ആ സമയം അവിടെ ഭക്ഷണം നയിച്ചു
ഉന്നതങ്ങളിൽ സ്തുതി. പരിശുദ്ധനാകുന്നു. പരിശുദ്ധനാകുന്നു. ഞങ്ങളോട് കരുണ ചെയ്യണമേ. നിനക്ക് സ്തുതി. ഞങ്ങളുടെ പിതാവേ, ഇതിനുള്ള സകലത്തെ അനുഗ്രഹിക്കണമേ. ഇതിന്റെ വരവ് ചെലവുകൾ നിന്റെ വിശുദ്ധനാമത്തിന്റെ മഹത്വത്തിനും നീതിയുടെ സംരക്ഷണമായിരിക്കണമേ. ഇങ്കിൽ നിന്നുള്ള എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും കൊണ്ട് ഇതിനെ അഭിവൃദ്ധിപ്പെടുത്തണമേ. ഇതിൽ വസിക്കുന്നവർക്ക് പ്രസാദം നൽകണമേ. ഞങ്ങളുടെ കർത്താവും ദൈവമേ, ഇവർ തങ്ങളുടെ ആയുഷ്കാലം മുഴുവനും തങ്ങളുടെ രഹസ്യകാര്യങ്ങളും പരസ്യകാര്യങ്ങളും എന്നെ പ്രസാദിപ്പിക്കുന്നവരായിരിക്കണമേ. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. പ്രാർത്ഥിച്ചു കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം. മഹിമയും എല്ലായ്പ്പോഴും കരയറ്റുവാൻ ഞങ്ങൾ എല്ലാവരും യോഗ്യതയുള്ളവരായി തീരണമേ. പാപികൾക്കായി തുറന്നിരിക്കുന്ന കർണങ്ങളുടെ വാതിലും മരണമുള്ളവരെ ജീവിപ്പിച്ച ജീവന്റെ തുറമുഖവും അശുദ്ധിയുള്ളവരെ ശുദ്ധീകരിക്കുന്നതായി വെടിപ്പാക്കുന്ന സോപ്പായും മാലിന്യമുള്ളവരെ ഒളിപ്പിച്ച് നിർമ്മലമാക്കുന്ന അല്പമായിരിക്കുന്ന ശ്രീഹാരംബരാന് ഭവനവാഴിലെ നേരത്തെ നമ്മുടെ ആയുസ്സിന് എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനം വന്ദനോ യോഗ്യമായിരിക്കുന്നു. പ്രാർത്ഥനകൾ കൈക്കൊള്ളുന്നവനും യാചനകൾ നൽകുന്നവനുമായ ദൈവമായ കർത്താവേ, ആദ്യ കടിഞ്ഞവനായ ഹാബേലിന്റെ കാഴ്ച കൈക്കൊണ്ടതുപോലെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. ഹാനോക്ക് തന്റെ ശുശ്രൂഷയിൽ നിന്നെ പ്രസാദിപ്പിച്ചതുപോലെ ഞങ്ങളുടെ ശുശ്രൂഷ തന്നെ പ്രസാദിപ്പിക്കുമാറാകണമേ. നീതിമാനായ നോഹണയാത്തിൽ പ്രസാദിച്ചതുപോലെ ഞങ്ങളുടെ അതിരങ്ങളുടെ ഫലത്തിൽ നീ പ്രസാദിക്കണമേ. നിന്റെ സ്നേഹിതനും ഞങ്ങളുടെ പിതാവുമായ അബ്രഹാമിന്റെ വിശ്വാസത്തിന് സന്തോഷമായതുപോലെ ഞങ്ങളുടെ പ്രാർത്ഥന നിനക്ക് സന്തോഷകരമായിരിക്കണമേ. നീതിമാനായ യോബിന്റെ അടുക്കൽ നിന്ന് ദുഷ്ടനായ ലഭിച്ചു പോയതുപോലെ ഈ വീടിന്റെ ശത്രുവായ ദുഷ്ടൻ രചിക്കുമാറാകണമേ. ശ്രേഷ്ഠ പുരോഹിതനായ അഹ്റോന്റെ ധൂപത്താൽ ഇസ്രായേൽ മക്കളിൽ നിന്ന് വസന്ത നിരോധിക്കപ്പെട്ടതുപോലെ കഠിനമായ ശിക്ഷയുടെ ലോകത്തിന്റെ കുടികളിൽ ഞങ്ങളിൽ നിരോധിക്കപ്പെടുമാറാകണമേ. പുരോഹിതനായ സഖറിയാവിന്റെ ശുശ്രൂഷയെങ്കിൽ തന്റെ പ്രസംഗകനായ യോഹന്നാനെ പറ്റി ഒരു പ്രത്യാശ ഉണ്ടാക്കിയതുപോലെ ഞങ്ങളുടെ ശുശ്രൂഷയിൽ ജീവന്റെയും രക്ഷയുടെയും പ്രത്യാശ ഉണ്ടാകുമാറാകണമേ. കർത്താവെ, ചുങ്കക്കാരനായ സക്കായോട് ക്ഷമിച്ചതുപോലെ തിരുവചനത്താ ഞങ്ങളുടെ പാപങ്ങൾ പരിഹരിക്കണമേ. കർത്താവെ, ഭാഗ്യവാന്മാരായ സ്ത്രീഹന്മാരുടെ പ്രധാനിയായ ശമയോന്റെ അപേക്ഷ കൈക്കൊണ്ടതുപോലെ അനേകം പാപങ്ങൾ ചെയ്തിട്ടുള്ള ഞങ്ങളുടെ അപേക്ഷകളും കൈക്കൊള്ളണമേ. ആ പാപിയായ സ്ത്രീയുടെ കുറ്റങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ അനേകമായ കുറ്റങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. കർത്താവെ, ആ സ്ത്രീ അവളുടെ വിഷമമായ വേദനകളിൽ സ്വസ്ഥ പ്രാപിച്ച മുഖാന്തരമായ ആ നിരന്ത്യമായ കരുണ ഞങ്ങളുടെ മേൽ വർഷിപ്പിക്കുമാറാകണമേ. കനാന്യ സ്ത്രീയുടെ മകളിൽ നിന്ന് ദുഷ്ടനെ ഓടിച്ചതുപോലെ പ്രതിയോഗിയുടെ ശക്തിയെ ഞങ്ങളിൽ നിന്നും ദൂരത്താക്കണമേ. ഉത്കർഷ പുരുഷനായ ദാനിയേൽ നൽകിയതുപോലെ നിന്റെ സന്നിധിയിൽ ഞങ്ങൾക്ക് ജയം നൽകണമേ. കത്തുത്തങ്കി ചൂളയിൽ വെച്ച് അനനീയ മുതലാവരുടെ ബന്ധനങ്ങളെ അഴിച്ചതുപോലെ ദുഷ്ടപിശാചുകളുടെ ബന്ധനങ്ങളെ ഞങ്ങളിൽ നിന്നും അഴിച്ചു കളയണമേ. നിന്റെ പട്ടക്കാരും ശുശ്രൂഷകന്മാരും നിന്റെ ഇഷ്ടം ചെയ്ത് നിറവേറ്റുവാൻ നിന്റെ സ്വർഗീയ ഭണ്ഡാരത്തിന്മേലോ സത്യമുള്ളവരായിരിക്കാനും തിരുവചനം പോലെ ഭയത്തോടെ നിന്റെ ആട്ടുംകൂട്ടത്തെ മേയ്പ്പാനും വിശുദ്ധ വഴികൾ നടപ്പാനും കർത്തൃസംബന്ധവും ജീവപ്രദമായ കൽപ്പനകളെ ആചരിപ്പാനും അവർക്ക് കൃപ നൽകണമേ.
കർത്താവെ, ഇപ്പോൾ ഈ ഭവനത്തിന് വേണ്ടി ഇതിൽ പാർക്കുന്നവർക്ക് വേണ്ടിയും അനുഗ്രഹങ്ങളും കരുണകളും നിന്നോട് ഞങ്ങൾ യാചിക്കുന്നു. കർത്താവെ, ഈ സമയത്ത് നിന്റെ മക്കളാ ഞങ്ങളുടെ പ്രാർത്ഥന തിരുസലിൽ പ്രവേശിക്കുമാറാകണമേ. ഈ ഭവനം ശ്രേഷ്ഠത പ്രാപിക്കുകയും ഇതിൽ വസിക്കുന്നവർ ജയത്തോടെ രക്ഷിക്കപ്പെടുകയും നിന്റെ കുഞ്ഞാടുകൾ നിന്റെ മേച്ചിൽ സ്ഥലങ്ങളിൽ മേയുകയും നിന്റെ പെണ്ണാടുകൾ നിന്റെ നന്മകൾ കൊണ്ട് തൃപ്തിപ്പെടുകയും ഞങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളിൽ നിന്ന് കരുണ ലഭിക്കുകയും ചെയ്യുമാറാകണമേ. പാപികളോട് കരുണയുള്ളവനും മനതാപികൾ ഇഷ്ടമുള്ളവനുമായ കർത്താവെ, നിന്റെ ബഹുലമായ അനുഗ്രഹങ്ങൾ സമൃദ്ധി പോലെ ഞങ്ങളോട് ചെയ്തോ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. കർത്താവെ, തിരുവുള്ള ഉണ്ടായി ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊണ്ട് ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരയേറ്റുവാനായിട്ട് തന്നെ. ശബ്ദം മുട്ടുന്നു മുടക്കരുതേ നിൻ സേവകരിൽ കൃപയാൽ പാലിക്ക പാപവടിയിൽ നിന്നകറ്റേ പ്രാർത്ഥന കേട്ടു നിൻ കരുണയാൽ യാചന നീ നൽകിയിടണമേ. കരുണയുടെ ബഹുലത്താൽ ദയ ചെയ്യണമേ. പിഴച്ചൊരുതിൻ മകളോർക്കരുതേ കരുണാകരനാം കർത്താവേ. അപ്പോസ്തല പ്രവർത്തികൾ 4-ാം അധ്യായത്തിൽ നിന്ന് എന്നാൽ വിശ്വസിച്ചവരുടെ കൂട്ടം ഏകമനസ്സും ഏകവിചാരവും ഉള്ളവരായിരുന്നു. അവരിൽ ഒരുത്തനും അവനുണ്ടായിരുന്ന സമ്പാദ്യങ്ങളെ കുറിച്ച് സ്വന്തമെന്ന് പറഞ്ഞിരുന്നില്ല. അവർക്കുണ്ടായിരുന്ന സകലവും പൊതുവിൽ ആയിരുന്നു. സ്ത്രീകന്മാർ മഹാശക്തിയോടെ ഈശോമിശിഹായുടെ പുനരുത്ഥാനത്തെ കുറിച്ച് സാക്ഷീകരിച്ചിരിക്കുന്നു. അവരെല്ലാവരോടും കൂടെ വലിയ കൃപയുണ്ടായിരുന്നു. അവരിൽ മുട്ടുള്ളവൻ ആരും ഉണ്ടായിരുന്നില്ല. നിലങ്ങളോ വീടുകളോ സമ്പാദ്യമായിട്ടുണ്ടായിരുന്നവർ അവയെ വിൽക്കുന്നതിന്റെ വില കൊണ്ടുവന്നു സ്ത്രീകന്മാരുടെ കാൽക്കൽ വെച്ചിരുന്നു. ഓരോരുത്തരും ആവശ്യമുള്ളതുപോലെ കൊടുക്കപ്പെട്ടുമിരുന്നു. ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ. സഹോദരരെ, നാം അടക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ശ്രദ്ധിച്ച് നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോനിലെ ദൈവത്തിൻ ജീവനുള്ള വചനങ്ങളെ അറിയിപ്പിനെ കേൾക്കണം. സമാധാനം ഉണ്ടായിരിക്കട്ടെ. ജീവന ലക്ഷ്യം അറിയിക്കുന്ന വിശുദ്ധ ലോകസേവന്റെ ജീവൻ നൽകുന്ന അറിയിപ്പായ നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോൻ. ജനമെടുത്ത ദൈവമായി ജീവന്റെ വചനമായ നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായിരിക്കുന്ന യേശുമിശിഹായുടെ നടപടിയുടെ കാലത്ത് ഇവയിപ്രകാരം സംഭവിച്ചു. പ്രവേശിച്ച് കടന്നു പോകുമ്പോൾ ധനവാനും ചുങ്കക്കാരിൽ പ്രധാനിയുമായ സക്കായി എന്ന പേരുള്ള ഒരു മനുഷ്യനെ എങ്ങനെയുള്ളതെന്ന് കാണുവാൻ ആഗ്രഹിച്ചിരുന്നു. സക്കായി ശരീര വളർച്ചയിൽ പ്രിയനാകുന്നുണ്ട്. പുരുഷാര നിമിത്തം അവനെ കഴിഞ്ഞില്ല. താൻ ആ വഴി കടന്നു പോകേണ്ടിയിരുന്നതിനോട് യേശുവിന്റെ മുമ്പിൽ കടന്നു. തന്നെ കാണുവാനായിട്ട് കാട്ടത്തെ വൃക്ഷത്തിൽ കയറി യേശുവിനെ കണ്ടവനോട് സക്കായിയെ വേഗമിറങ്ങി വരിക, ഞാൻ നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് അരുളി ചെയ്തു. അവൻ വേഗമിറങ്ങുവാൻ സന്തോഷത്തോടെ അവനെ കൈക്കൊണ്ടു. എന്നാൽ അവരെല്ലാവരും ഇത് കണ്ടപ്പോൾ പാപിയായ മനുഷ്യനെടുക്കുക പാർത്തു എന്ന് പ്രവൃത്തെ പറഞ്ഞിരുന്നു. എന്നാൽ സക്കായനെ യേശുവിനോട് ഇതാ എന്റെ സമ്പാദ്യങ്ങൾ പകുതി ഞാൻ ദൈവന്മാർക്ക് കൊടുക്കുന്നു. ഞാൻ അന്യായമായി എടുത്തിട്ടുള്ളത് 4 മടങ്ങായി തിരികെ കൊടുക്കുന്നു എന്ന് ഉണർത്തിച്ചു. യേശുവിനോട് അബ്രഹാമിന്റെ പുത്രനാകൊണ്ട് ഇന്ന് ഈ വീട്ടിന് രക്ഷയുണ്ടായി. എന്തുകൊണ്ടെന്നാൽ മനുഷ്യപുത്രൻ കാണാവോ എന്ന് അന്വേഷിച്ച് ജീവിപ്പിക്കാൻ വന്നു എന്ന് അരുൾ ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. സത്യവിശ്വാസത്തോടെ തന്നെ നോക്കി വിളിക്കുന്ന എല്ലാവരോടും ഉത്തരം അരുളുന്ന ദൈവമുള്ള ദൈവവും കർത്താക്കന്മാരുടെ കർത്താവുമായുള്ളവേ,
ഈ ഭവനവാഴ്വിന്റെ ശുശ്രൂഷ പൂർണ്ണമാക്കപ്പെടുന്ന ഈ സമയത്ത് നിന്റെ ശ്രേഷ്ഠ സന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്ന പ്രാർത്ഥന അപേക്ഷകളും സ്തോത്രങ്ങളും കൈക്കൊള്ളണമെന്ന് നിന്റെ കരുണയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങൾ മണ്ണും ചാരവുമാകുന്നുവെന്നും നിന്റെ കൃപയും സഹായവും കൊണ്ടല്ലാതെ സ്വയമായി യാതൊന്നും ചെയ്ത് പൂർത്തിയാക്കുവാൻ ഞങ്ങൾക്ക് പ്രാപ്തിയില്ലെന്നും നിന്റെ ഏറ്റവും ചെറുതായിരിക്കുന്ന കൃപ പോലും പ്രാപിപ്പാൻ ഞങ്ങൾ അർഹതയില്ലാത്തവരായിരിക്കും. നിന്റെ ബഹുലമായ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ മേൽ നീ വർഷിപ്പിക്കുന്നുവെന്നും നിന്റെ വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് ധന്യമായ വാഴ്വുകൾ ഞങ്ങൾക്ക് അയച്ചു തരുന്നുവെന്നും പ്രയാസങ്ങളുടെ ഈ ലോകത്തിൽ നീ ഞങ്ങളെ നടത്തുന്നുവെന്നും തിരുസന്നിധിയിൽ ഞങ്ങൾ ഏറ്റു പറഞ്ഞുകൊള്ളുന്നു. മനസ്സലിവുള്ളവനും മനുഷ്യ സ്നേഹമുള്ളവനുമായ കർത്താവേ, ഈ വീട് പണിയുന്നതിന് ഇതിന്റെ ഉടമസ്ഥന് നീ ചെയ്ത എല്ലാ സഹായങ്ങൾക്ക് വേണ്ടി അതിനെ പൂർത്തിയാക്കുന്നതിന് അവരെ നീ ശക്തിപ്പെടുത്തുകയും അവരുടെ സകല പ്രവർത്തികളിലും അവരെ നീ താങ്ങുകയും എല്ലാ പെരുമാറ്റങ്ങളിലും ഇതുവരെ അവരെ നടത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുവല്ലോ. വന്യവിശുദ്ധമായ നിന്റെ തിരുനാമത്തിന് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നീ വീട് പണിയുന്നില്ലെങ്കിൽ അതിന്റെ പണിക്കാർ വൃഥ അധ്വാനം ചെയ്യുന്നുവെന്നും നീ പട്ടണം കാത്തുകൊള്ളുന്നില്ലെങ്കിൽ അതിന്റെ കാവൽക്കാർ വൃഥ ജാഗരണം ചെയ്യുന്നുവെന്നും ഞങ്ങൾ അറിയുന്നു. കർത്താവേ, ഞങ്ങളെ സഹായിക്കുന്ന നിന്റെ ശക്തിയുള്ള ഫലങ്ങൾ എപ്പോഴും ഓർത്തുകൊള്ളുവാനും നിന്നുള്ള ഞങ്ങൾക്ക് ലഭിക്കുന്ന സർവ്വ നന്മകൾക്ക് വേണ്ടി നിന്നോട് നന്ദിയുള്ളവരായിരിക്കാനും നിന്റെ കൽപ്പനകളെ ആചരിപ്പാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ. സക്കായുടെ വീട്ടിൽ പ്രവേശിച്ചവനും അബ്രഹാമിന്റെ മകനാകൊണ്ട് ഇന്ന് ഈ വീടിൽ രക്ഷയുണ്ടായി നൽകി ചെയ്ത ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹായെ, ഈ ഭവനത്തിൽ വസിക്കുന്നവരോടുകൂടെ നീ ഉണ്ടായിരിക്കണമേ. അവരെ നിന്റെ മക്കളും നിന്റെ ഇഷ്ടം പ്രവർത്തിക്കുന്നവരുമാക്കി തീർക്കണമേ. ഈ വീടിനെയും ഇതിൽ വസിക്കുന്നവരെയും കൃപയും കരുണയും നിറഞ്ഞിരിക്കുന്ന ഉലങ്കി ആവശ്യപ്പെട്ട് അനുഗ്രഹിക്കണമേ. നന്മയും അനുഗ്രഹങ്ങളും ആശ്വാസവും അവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കണമേ. സകല ദുഷ്പെരുമാറ്റങ്ങളെയും ഇവരിൽ നിന്നും തള്ളിക്കളയണമേ. ഇവർക്ക് സൗഖ്യവും ആരോഗ്യവും നൽകുമാറാകണമേ. വൈഷമ്യമുള്ള എല്ലാ രോഗങ്ങളിൽ നിന്നും പ്രയാസമുള്ള എല്ലാ പരീക്ഷകളിൽ നിന്നും ആകർഷയുടെ എല്ലാ കൗശലങ്ങളിൽ നിന്നും ഇവർ രക്ഷകൊള്ളണമേ. നിന്റെ കരുണയുടെ കരുണാൽ ഈ വാസ്തവത്തെയും ഇതിൽ പാർക്കുന്നവരെയും കടാക്ഷിച്ച് ഇവരോട് കരുണ ചെയ്യണമേ. ഇവരിൽ നിന്നും നിന്റെ നോട്ടം വിടാതെ രാപ്പകൽ നിന്റെ ചിറങ്കിൽ ഇവരെ മറച്ചുകൊള്ളണമേ. ഒഴിഞ്ഞു പോകുന്ന ഈ ലോകത്തിൽ ആശ്വാസപൂർവമായ ജീവിതം ചെയ്യുവാനും വരുവാനിരിക്കുന്ന ലോകത്തിൽ നിന്നെ സ്നേഹിച്ച പരിശുദ്ധരോടുകൂടെ മഹത്വമുള്ളവയും നിത്യമുള്ളതുമായ നിന്റെ വാസ്തലങ്ങളിൽ വസിപ്പാൻ ഞങ്ങളെ എല്ലാവരെയും യോഗ്യരാക്കണമേ. നിരന്തരം നിന്റെ പിതാവ് നിന്റെ പരിശുദ്ധ റുഹായിക്കും സ്തുതിയും സ്തോത്രം ഞങ്ങൾ കരേറ്റും ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. അടയാളത്താലും ദൃഢപ്പെടുന്നതിനാൽ എന്നെ ഒന്നായിരിക്കുന്ന പിതാവിന്റെയും പുത്രന്റെയും ജീവനും വിശുദ്ധിയുമുള്ള റുഹായുടെ തിരുനാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ടതും ശുദ്ധീകരിക്കപ്പെട്ടതും ആയിരിക്കുമാറാകണമേ. ദൈവത്തിന്റെ
ജീവിപ്പിക്കുന്ന കർത്താവും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായ ശുശ്രൂഷകളെ നിങ്ങളെ സംബന്ധിച്ചിട്ടുള്ള നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാരൂഹായുമായ ത്രിയേക ദൈവം ബലഹീനതയും കുറവുള്ള നമ്മളുടെ പ്രാർത്ഥനകൾ ഉന്നതമായ തന്റെ സിംഹാസനത്തിന് മുമ്പാകെ കേൾക്കുകയും കൈക്കൊള്ളുകയും ചെയ്യുമാറാകട്ടെ. നാം പ്രവേശിച്ചു. വർത്തമാന സഭയെ സംബന്ധിച്ച് ഏറെ അഭിമാനത്തോടെ സന്തോഷത്തോടെ ഈ സുദിനത്തിൽ പ്രത്യേകിച്ച് പ്രിയപ്പെട്ട തോമസിനും കുടുംബത്തിനും പത്രാപുരത്ത തിരുമേനിയുടെ ജന്മദിനവും പട്ടത്വ സുവർണ ജൂബിലിയും കൊണ്ടാടിയപ്പോൾ രൂപപ്പെടുത്തിയ അഭയം പദ്ധതിയിലൂടെ ഇപ്രകാരം ഒരു ഭവനം നിർമ്മിച്ച് നൽകുവാൻ ദൈവം കൃപ ചെയ്യും. ഏറ്റവും സന്തോഷമുള്ളത് 24 ഈ പുതുവത്സരത്തിന്റെ ആരംഭത്തിൽ തന്നെ അഭിമന്യ പ്രബുദ്ധ തിരുമേനി ഇത് ഉദാശ ചെയ്ത് ഈ പ്രിയ മക്കൾക്ക് വേണ്ടി ഇത് നൽകുന്നതിലുള്ള സന്തോഷവും കടപ്പാടും അറിയിക്കുന്നു. അഭിമന്യ തിരുമേനി ഇതിന് സമയം കണ്ടെത്തി വന്നതിലുള്ള സന്തോഷം അറിയിക്കുന്നു. തിരുമേനി നമ്മോട് സംസാരിക്കും. ഇതിന്റെ പണികൾ ഒക്ടോബർ മാസത്തിലാണ് ആരംഭിച്ചത്. അത് എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാൻ ഇടയായത് ഇതിന്റെ കോൺട്രാക്ടറായിട്ട് ഇതിന്റെ പണി ഏറ്റെടുത്ത് ചെയ്തത് പ്രിയപ്പെട്ട രമേശിന്റെ കൂടെയുള്ള തൊഴിലാളികളും ഒരുമിച്ച് ചേർന്ന് ഇതിന്റെ പണികൾ യഥാസമയം പൂർത്തീകരിച്ചു. ഇതിന് ഏറെ നല്ല നേതൃത്വം നൽകിയത് എൻ്റെ സുനു. അദ്ദേഹം പ്രിയപ്പെട്ട തോമസിന്റെ ബന്ധുവാണ്. എന്നാൽ അതോടൊപ്പം തന്നെ ഇതിന്റെ പണികൾ ഏറ്റെടുത്ത് നന്നായി ചെയ്യുന്നതിന് സഹായിച്ചു. മറ്റ് ഒരുപാട് ആളുകളുടെ സഹകരണം. പ്രിയപ്പെട്ട ബിനുവച്ചൻ ഈ ദേശത്തിന്റെ വികാരി, ഈ ഇടവകയുടെ വികാരിയാണല്ലോ. പ്രിയപ്പെട്ട അച്ഛൻ്റെ നല്ല ആലോചനകൾ സമയാസമയങ്ങളിൽ ലഭിച്ചു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അഭയം പ്രോജക്റ്റിലൂടെ ഈ ക്രിസ്മസ് സന്തോഷമായി ഒരു വീട് പൂർത്തീകരിച്ച് നൽകുവാൻ ദൈവം ഇടയാക്കി. പ്രത്യേകിച്ച് പുതുവർഷത്തിന്റെ സന്തോഷം എന്ന നിലയിൽ രണ്ടാമത്തെ ഭവനം നിർമ്മിച്ച് നൽകുവാൻ കഴിഞ്ഞു. ഇപ്പോൾ 82 വീടുകളുടെ പണികൾ നടക്കുകയാണ്. ഒരു മാസം അവസാനിക്കുന്നതിന് മുമ്പ് 15 വീടുകൾ പൂർത്തീകരിച്ച് നൽകാൻ കഴിയും എന്ന് വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. 560 സ്ക്വയർ ഫീറ്റുള്ള വീടാണ്. 7,50,000 രൂപയാണ് ഇതിന്റെ ചിലവ് ഞങ്ങൾ പ്രതീക്ഷിച്ചത്. ആ വിധത്തിൽ വളരെ കുറഞ്ഞ റേറ്റിലൊക്കെ എടുത്ത പണികളൊക്കെ പൂർത്തീകരിച്ച കോൺട്രാക്ടറോടും ഇതിനുവേണ്ടി ഒത്തിരി അധ്വാനിച്ച എല്ലാവരോടുമുള്ള സന്തോഷവും കടപ്പാടും അറിയിക്കുന്നു. പ്രത്യേകിച്ച് സഭ ഈ അഭയം പദ്ധതി ഏറ്റെടുത്ത് ഇങ്ങനെ ഒരു ക്രമീകരണം ചെയ്യുമ്പോൾ നമ്മുടെ ചുറ്റുപാടിൽ, നമ്മുടെ സമൂഹത്തിൽ ഭവനമില്ലാത്തതിൻ്റെ വിഷമം പേറുന്ന ഒരുപാട് ആളുകൾ, അങ്ങനെയുള്ളവരെ കണ്ടെത്തുന്നതിനും അങ്ങനെയുള്ളവർക്ക് ഈ ഒരു ക്രമീകരണം ഒരുക്കുന്നതിനുമൊക്കെ ദൈവം ഇടയാക്കുന്നു. ഇതിനുവേണ്ടി അധ്വാനിക്കും. പ്രത്യേകിച്ച് ഇന്ന് ഈ ഉദാശയെ സംബന്ധിക്കുന്ന ഞങ്ങളോടൊപ്പം വന്നുചേർന്ന ഞങ്ങളുടെ ടെക്നിക്കൽ എക്സ്പേർട്സ്, പ്രത്യേകിച്ച് ഇതിൻ്റെ ഈ വീടിൻ്റെ രൂപകൽപ്പനയൊക്കെ ചെയ്ത അന്ന ആർക്കിടെക്റ്റിൻ്റെ പ്രൊപ്പറേറ്റർ ആനി മാഡം, അതുപോലെ ഞങ്ങളുടെ എഞ്ചിനീയേഴ്സ് ND എബ്രഹാം സാർ, പ്രിയപ്പെട്ട തോമസ് മാത്യു തോമസ്, പ്രിയപ്പെട്ട ഷാജി, ഇവരെല്ലാവരും ഇന്ന് ഈ പ്രോഗ്രാമിൽ സംബന്ധിക്കുന്നു. സന്തോഷം അറിയിക്കുന്നു. ഒപ്പം നമ്മുടെ വർത്തമാന സഭയുടെ ഔദ്യോഗിക മീഡിയ
ആയിരിക്കുന്ന മാർത്തോമാ വിഷന്റെ ചുമതലയുള്ള സാം ചെമ്പകത്തിൽ നമ്മോടൊപ്പമുണ്ട്. ഇത് ഇവിടെ സന്നിഹിതരായ എല്ലാവരോടുമുള്ള സന്തോഷവും കടപ്പാടും അറിയിക്കുന്നു. ഇപ്പോൾ അതിന് തിരുമേനി നമ്മോട് സംസാരിക്കും. തുടർന്ന് ഈ വീടിൻ്റെ താക്കോലും താക്കോലും ഒരു വേദപുസ്തകവും ഒരു ഡിവോഷണൽ ബുക്കും ഈ പ്രിയ കുടുംബത്തിന് അതിനെ തിരുമേനി നൽകുന്നതാണ്. അഭയത്തിൻ്റെ സമ്മാനമാണത്. സന്തോഷത്തോടെ സ്വീകരിക്കണം. അതോടൊപ്പം ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. ഈ വീടിൻ്റെ പണികളൊക്കെ കാണുന്നതിനും നോക്കുന്നതിനൊക്കെ ഞങ്ങൾ വന്നപ്പോൾ ഈ വീടിന് തൊട്ട് താഴെ നിന്ന തടി ആഞ്ഞലി തടി ഞങ്ങൾക്ക് തന്നു വർഗീസ് സാധനം. അദ്ദേഹം അത് സന്തോഷത്തോടെ ഞങ്ങൾക്ക് നന്ദി. അത് ഈ വീടിനല്ല, ഇതുപോലെയുള്ള വീടുകൾ മറ്റു പലയിടങ്ങളിൽ പണിയുന്നു. അവിടേക്ക് ഞങ്ങളത് കൊണ്ടുപോയി അവിടെയുള്ള വീടുകൾക്ക് കട്ടിളയും ജെല്ലും ഒക്കെ ആക്കാനായിട്ട് ഒരുങ്ങുന്നു. തീർച്ചയായും അങ്ങനെയൊക്കെ മനസ്സ് കാണിച്ച് ഈ അഭയം പദ്ധതിയിൽ എൻ്റെ പദ്ധതിയായി ഏറ്റെടുക്കുന്ന എല്ലാവരോടുമുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. തുടർന്നും വെല്ലങ്കോട് സെൻറ് തോമസ് ഇടവകയുടെയും ഇത് ഈ ശുശ്രൂഷയെ സംബന്ധിച്ച എല്ലാവരുടെയും പ്രാർത്ഥനയും കൈത്താങ്കലും കരുതലുമൊക്കെ ഈ അഭയം പ്രോജക്റ്റിന് ലഭിക്കണം. കൊട്ടാരക്കര ഭദ്രാസനത്തിൽ 5 വീടുകളാണ്. അതിൽ ആദ്യത്തെ വീടാണെന്ന് ഉദാശ ചെയ്തത്. ഇനി അടുത്ത വീടുകളും അതിൻ്റെ പണികൾ ദ്രുതഗതിയിൽ മുൻപോട്ട് പോകുന്നു. എല്ലാ ഭദ്രാസനങ്ങളിലും 5ഉം 8ഉം 15ഉം ഒക്കെ ഉണ്ട്. ഇത് കൂടാതെ ഭൂരഹിതരായ ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. അങ്ങനെയുള്ള ഒരു 40-ലധികം ആളുകളെ ഈ നാളുകൾ കണ്ടെത്തി അവർക്ക് 5 സെന്റ് സ്ഥലവും ഒരു വീടും അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഈ തടി കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ പണികളും ആരംഭിച്ച് കഴിഞ്ഞു. നിങ്ങളുടെ വലിയ പ്രാർത്ഥന അറിയിക്കുന്നു. അഭയ പ്രോജക്റ്റിനെ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. സഭയുടെ ആഭിമുഖ്യത്തിൽ ഭവനമില്ലാത്ത ആളുകൾക്ക് ഭവനം നൽകുന്ന അഭയ പ്രോജക്റ്റ് 2024 പ്രവേശിച്ചതായുള്ള ഈ അവസരത്തിൽ രണ്ടാമത്തെ ഭവനം പുതുശ്ശേരി തോമസിനും കുടുംബത്തിനും നൽകുവാൻ ഇപ്പോൾ ഇടയായിട്ട് തീരുന്നതിൽ അതിയായിട്ട് സന്തോഷമുണ്ട്. ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിനാവശ്യമായ ക്രമീകരണവും നമ്മുടെ അച്ഛൻ ചെയ്തു. അച്ഛൻ്റെ താല്പര്യമാണ് ഈ പ്രദേശങ്ങളിലൊക്കെ എവിടെയാണ് ഭവനമില്ലാത്ത ആളുകൾ എന്നതൊക്കെ മനസ്സിലാക്കുന്നതിനും എവിടെയാണ് സ്ഥലം കിട്ടുന്നത് എന്നൊക്കെ മനസ്സിലാക്കുന്നതിനും ഭവനങ്ങൾ നിർമ്മിക്കുന്നതിനുമൊക്കെ എപ്പോഴും കാരണമായി തീരുന്നത്. പ്രകാരം അച്ഛൻ പറഞ്ഞ പോലെ നമ്മുടെ സഭയിൽ ഭവനമില്ലാത്ത ആളുകൾക്ക് ഭൂമി പോലും ഇല്ലാത്ത ആളുകൾക്ക് ഒക്കെ ഭൂമിയും ഭവനമൊക്കെ നൽകുവാൻ ഇടയായിട്ട് തീരുന്നു. അഭയ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ കാര്യമില്ലാതെ ജീവിക്കുക എന്നതാണ്. മനുഷ്യൻ്റെ അടിസ്ഥാനപരമായുള്ള ഒരാവശ്യമാണല്ലോ ഒരു കിടപ്പാടം ഉണ്ടാവുക എന്നത്. ഒരു സമൂഹത്തിന് മധ്യത്തിൽ ജീവിക്കുമ്പോൾ അങ്ങൾക്കും ഒരുമിച്ച് താമസിക്കുവാൻ സുരക്ഷിതമായൊരു വീട് ഉണ്ട് എന്നത് ഇന്ന് തോമസിനെ പറയുന്നതിനായിട്ട് സാധിക്കും. 2024 പ്രവേശിച്ചതായിട്ട് അവസരത്തിൽ അപ്രകാരം ചുവട് എത്തുന്നതിനായിട്ട് സഭയ്ക്കും കൂടി വന്നിരിക്കുന്ന എല്ലാവർക്കും ഇടയായിട്ട് തീരുന്നതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിന് വേണ്ടതായുള്ള എല്ലാ ക്രമീകരണം ചെയ്തതായിട്ട് ഓരോരുത്തരെയും സഭയുടെ പേരിലുള്ള അഭിനന്ദനം ഞാൻ അറിയിക്കട്ടെ. 75 വീടാണ് മനസ്സിൽ ആഗ്രഹിച്ചത്. അതിൽ കൂടുതൽ ഇപ്പോൾ പണിയുവാൻ പണം ഇടയായിട്ട് തീരുന്നു എന്നത് മനസ്സിലാക്കുന്നു. ഇതിൻ്റെ ആവശ്യമായ പണമൊക്കെ സ്വീകരിക്കുന്നതിനായി ജോർജ് മാത്യു അച്ഛൻ പല സ്ഥലങ്ങളിലൊക്കെ നടന്ന് ധരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് അച്ഛനോട് ഇല്ലാതെ പോകുന്നത്. എങ്കിൽ അച്ഛനോട് ഇതിൻ്റെ ടീമിലുള്ളതായിട്ടുള്ളവരാണ്. ഓരോ ഭദ്രാസനവും ആവശ്യമായുള്ള സ്ഥലവും പണമൊക്കെ കണ്ടെത്തണം എന്നുള്ളതായ ആഹ്വാനം നൽകിയിട്ടുണ്ട്. പ്രകാരം ചെയ്യുന്നതായിട്ട് ഭദ്രാസനങ്ങളുണ്ട്. ഇന്ന് ഇപ്പോൾ ഈ സ്ഥലത്ത് വീട് വയ്ക്കുവാൻ പണം ഇടയായിട്ട് തോന്നുന്നു. പണികളൊക്കെ പൂർത്തീകരിച്ച് ഇന്നു മുതൽ താമസം ആരംഭിക്കുവാൻ പണം തോമസിൻ്റെ കുടുംബത്തെയും ദൈവം അനുവദിക്കുകയൊക്കെ ചെയ്തിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം അർപ്പിക്കാം. ഇതുപോലുള്ള ഭവനങ്ങളൊക്കെ നിർമ്മിക്കുന്നതിൽ അച്ഛൻ സൂചിപ്പിച്ചതുപോലെ ചില ആളുകളൊക്കെ ഭൂമി നൽകുന്നുണ്ട്, ചില ആളുകൾക്ക് ഇതുപോലെ തടികൾ നൽകുന്നുണ്ട്. അതെല്ലാം തന്നെ ഇതിൻ്റെ ഒരുമിച്ചുള്ള ഉപയോഗത്തിനായിട്ട് വിനിയോഗിക്കുന്നതിന് സാധ്യമായി തീരുകയും ചെയ്യുന്നു. ആളുകളുടെ അപേക്ഷകളൊക്കെ ലഭിച്ചതായുള്ള അവസരത്തിലും അവർ താമസിക്കുന്ന ചുറ്റുപാടുകളൊക്കെ പോയി നോക്കുന്ന അവസരത്തിലൊക്കെയാണ് സ്വന്തമായിട്ട് സ്ഥലം പോലും ഇല്ലാത്തതായിട്ട് ആളുകളുണ്ട് എന്നത് മനസ്സിലാക്കുവാൻ ഇടയായിട്ട് എത്തുന്നത്. ആ അവസരത്തിലാണ്
സ്ഥലവും കൂടി ആവശ്യമുണ്ടായിരുന്നത് പറഞ്ഞപ്പോൾ പല ആളുകളും സ്ഥലം നൽകുന്നതിനായിട്ട് താല്പര്യപ്പെടുകയൊക്കെ ചെയ്തിട്ടുള്ളത്. പടി അതുപോലെ തന്നെ ആവശ്യമായിട്ടുള്ളതാണല്ലോ, അത് നൽകുന്നതായിട്ട് താല്പര്യപ്പെട്ട ആളുകൾ നൽകുന്നത് ഇതിൻ്റെ ഭാഗമായിട്ട് തീർന്നിട്ടുണ്ട്. പണം നൽകുന്നു, ഭൂമി നൽകുന്നു, പടി നൽകുന്നു. ഇങ്ങനെ ഇതിൻ്റെയൊക്കെ ആവശ്യങ്ങളെ മനസ്സിലാക്കി ദൈവത്തിൻ്റെ കൃപയാൽ, ദൈവത്തിൻ്റെ ഒരൊറ്റ സ്നേഹത്താൽ ഇതൊക്കെ സാധ്യമായി തീരുവാൻ ദൈവം നമ്മൾ ഓരോരുത്തരും കൂടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ആ ദൈവിക പ്രവർത്തനത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും കൂടുതലായി ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് ജീവിക്കാൻ നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഒരു കുടുംബത്തിലെ ധന്യത എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൻ്റെ ഉടയനായുള്ള ദൈവത്തോട് ഒന്നിച്ച് ദൈവസ്ഥാനത്തെ അനുഭവിച്ച് വസിക്കാനായിട്ട് ഇടയായിട്ട് തീരുക എന്നുള്ളതാണ്. അതിന് ആവശ്യമായിട്ടുള്ള വേദപുസ്തകവും ജ്ഞാനപുസ്തകവുമാണ് ഇന്ന് നൽകുന്നതിനായിട്ട് താല്പര്യപ്പെടുന്നത്. എല്ലാവരും വാങ്ങിക്കുന്നു. ഇത് ഉപയോഗിക്കാനായിട്ടൊരു പുസ്തകമാണ്. അതുകൊണ്ട് ദിനത്തോട് വായിക്കുകയും ധ്യാനിക്കുകയും പഠിക്കുകയും അടങ്ങിയിരിക്കുന്ന സത്യങ്ങൾക്കനുസരിച്ച് ജീവിതത്തിലൂടെ സമീപിക്കുകയും ചെയ്യുന്നു. വേദപുസ്തകം വായിക്കുക, പഠിക്കുക എന്നുള്ളത് എല്ലാ ആളുകളുടെയും ആവശ്യമാണ്. അതുകൊണ്ട് ഓരോരുത്തരും ദിനംപ്രതി വേദപുസ്തകം വായിക്കുന്നവരായിട്ടിരുന്ന അവസരത്തിലാണ് ദൈവം മനസ്സിലാക്കി ജീവിതത്തെ ക്രമപ്പെടുത്തി മുന്നോട്ട് പോകുവാനായിട്ട് ഇടയാകുന്നത്. ഈ ഭവനത്തിൻ്റെതായ വാക്കുകൾ നൽകുന്നതിനായിട്ട് സന്തോഷമുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് നമ്മുടെ സഭയുടെ ഭാഗമായിട്ടുള്ള ഈ പദ്ധതി ഏറ്റവും അനുഗ്രഹമായി വളരുവാൻ തക്കവണ്ണം എല്ലാവരും ആഗ്രഹിക്കുകയും അതിനായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മെ ഓരോരുത്തരെ സമർപ്പിക്കുകയും ചെയ്യാം. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുവാൻ തക്കവണ്ണം ഇടയാകും. ഈ വീടിൻ്റെ പണികൾ ഏറ്റെടുത്ത സമയബന്ധിതമായി തീർക്കുകയും മാത്രമല്ല ഞങ്ങൾ പറഞ്ഞ റേറ്റിൽ പണി പൂർത്തീകരിക്കുകയും ചെയ്ത രമേശിനോടും രമേശിൻ്റെ സംഘത്തിലുള്ള ആളുകളോടും നന്ദി കടപ്പാടും അറിയിക്കുന്നു. സഭയുടെ ആദരവ് മെത്രാപ്പൊലീത്ത തിരുമേനി. ഞങ്ങളെ കൊണ്ട് സാധിക്കുന്ന പരിപാടിയല്ല. കുടുംബത്തിന് ഞങ്ങളുടെ എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് ഒരു സമ്മാനം നൽകുന്നു. അനിയാണ് ഇതിന് ഇനിഷ്യേറ്റീവ് എടുത്തിരിക്കുന്നത്. ഈ വീടിന്റെ തിരുവല്ലയിൽ യാത്ര ചെയ്ത് ഇവിടെ വന്ന് ജനുവരി മാസം 2024 ജനുവരി മാസം 1-ാം തീയതി തിരുവനന്തപുരം ഓർപ്പിച്ചതുപോലെ സഭയുടെ വലിയൊരു താല്പര്യമാണ് വീടില്ലാത്ത ആളുകൾക്ക് വീട് വെച്ചു കൊടുക്കുക, സ്ഥലമില്ലാത്തൊരു സ്ഥലം കണ്ടെത്തി കൊടുക്കുക എന്നുള്ളത്. കാലാകാലങ്ങളിലിരിക്കുന്ന മെത്രാപ്പൊലീത്ത തിരുമേനിമാരുടെ താല്പര്യവും അതിന് അവർക്കുള്ള ദർശനവുമാണ് ഇങ്ങനെയുള്ള പദ്ധതികൾക്കുള്ള അടിസ്ഥാനം. മെത്രാപ്പൊലീത്ത തിരുമനസിന് 75 വയസ്സാകുമ്പോൾ 75 വീടുകളെങ്കിലും വെക്കണമെന്ന് പറഞ്ഞ് ആരംഭിച്ചുവെങ്കിൽ തന്നെ ഇപ്പോൾ എനിക്ക് 86 വീടിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. തിരുമേനിയെ സംബന്ധിച്ചിടത്തോളം തിരുമേനി എപ്പോഴും ആ ഒരു കാഴ്ചപ്പാടോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരാളാണ്. തിരുമേനിയുടെ വാക്കുകൾ നമ്മൾ കേട്ടാൽ, തിരുമേനിയുടെ പ്രസംഗങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ, തിരുമേനിയുടെ ഇടപാടുകൾ നമ്മൾ ശ്രദ്ധിച്ചാൽ എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കഴിഞ്ഞ 6 വർഷം ശാന്തിയിൽ ഞാൻ അച്ഛനായിട്ടിരിക്കുന്ന സമയത്ത് അവിടെ കോവിഡ് കെയറുമായി ബന്ധപ്പെട്ടും കോവിഡ് ആശുപത്രിയുമായി ബന്ധപ്പെട്ടൊക്കെ ഉള്ള എല്ലാ കാര്യങ്ങൾക്കും തിരുമേനിയുടെ വാക്കുകൾ നൽകിയ പ്രോത്സാഹനം വളരെ വലുതായിരുന്നു എന്നുള്ള സമയത്ത് പ്രത്യേകം തോന്നുന്നു. എല്ലായ്പ്പോഴും പ്രോത്സാഹിപ്പിക്കുന്ന, എല്ലായ്പ്പോഴും മോട്ടിവേറ്റ് ചെയ്യുന്ന, ഇൻസ്പയർ ചെയ്യുന്ന ഒരു തിരുമേനിയാണ് നമ്മുടെ മെത്രാപ്പൊലീത്ത തിരുമേനി എന്നുള്ളതിൽ ഞങ്ങൾക്ക് നിശ്ചയമായിട്ട് അഭിമാനമുണ്ട്. ഇതുപോലെ ഒരു വീടുകളിൽ ഇതുപോലെ തിരുമേനിയുടെ ഒരു പ്രത്യേകത ഇതാണ്. ഞാൻ വീട് കൂടാശയ്ക്ക് വേണ്ടി വിളിച്ചാൽ പല പ്രാവശ്യം വിളിക്കണം, പല പ്രാവശ്യം നമ്മൾ മെയിൽ അയക്കണം, നമ്മൾ വാട്സപ്പിൽ അയക്കണം. ഇതെല്ലാം ഭയങ്കര ഫോർമാലിറ്റീസാണ്. എന്നാലിപ്പം ഈ വീട് കൂടാശയിൽ നമ്മൾ ഒരു ഫോർമാലിറ്റിയുടെ ആവശ്യമില്ല. രാവിലെ ഞാൻ ഈ വന്നോളാം എന്ന് പറഞ്ഞ് അതിൻ്റെ കാര്യങ്ങളെല്ലാം തിരുമനസ്സുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതാണ്. അപ്പോൾ അത് ഞങ്ങളെപ്പോലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം തിരുമേനി ഒരു മാതൃക സെറ്റ് ചെയ്യുമ്പോൾ ഞങ്ങളെപ്പോലുള്ള ആളുകൾ അത് ഫോളോ ചെയ്യാനുള്ള ഉത്തരവാദിത്തം കൂടെ ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ ആളുകൾ ഇതിൽ കൂടുതലും മെത്രാപ്പൊലീത്ത തിരുമേനി ഇത്രയും ചെയ്യുമ്പോൾ അതിൽ കൂടുതൽ അച്ഛന്മാരിൽ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതും ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ഞങ്ങളെ തന്നെ വിലയപ്പെടുത്തുന്ന ഒരു സമയം കൂടിയാണിത്. പിന്നെ തിരുമനസ്സിനോടുള്ള കടപ്പാടുകൾ തീർത്താൽ തീരാത്തതാണ്. നിങ്ങളുടെ കരുതല സ്നേഹം, ഈ കുടുംബത്തിന് എനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ എല്ലാം വളരെ നന്ദിയോടെ ഓർക്കുന്നു.
കൊല്ലങ്കോട് സെൻറ് തോമസ് മാർദ്ദമ ഇടവകയിൽ ഇങ്ങനെ ഒരു വീടിനായിരുന്നു വീടില്ലാതിരുന്നത്, സ്ഥലവുമില്ലായിരുന്നു. അപ്പോൾ ഈ സ്ഥലവും ആക്ച്വലി വർഗീസ് ചാനിയെന്നാണ് വാങ്ങിച്ചത്. ചെറിയൊരു പൈസയ്ക്കാണ് അത് കിട്ടിയത്. അപ്പോൾ അതിനോട് ചേർന്നാണ് ഈ തടി നിന്നത്. അത് അച്ഛൻ കണ്ടപ്പോൾ തന്നെ ഈ തടി ഈ കിട്ടിയ കൊള്ളാമെന്ന് പറഞ്ഞു. അദ്ദേഹം മനസ്സിൽ വലിയൊരു തടിയായിരുന്നു, വലിയൊരു ആനന്ദിയായിരുന്നു. അത് വളരെ ചെറിയ റേറ്റിൽ അത് പിന്നെ മുറിച്ചെടുക്കാനായിട്ട് നമുക്ക് സാധിച്ചു. അതൊക്കെ അച്ഛൻ്റെ ഒരു വലിയ താല്പര്യമുണ്ട്. വലിയ അച്ഛനെ രവിവർമ്മയിലിരിക്കുന്ന കാലം മുതലേ എനിക്കറിയാം. പിന്നെ നമ്മൾ തിരുവേനി എനിക്ക് തിരുവേനിയുടെ ഒരു ശിഷ്യനായിട്ടാണ് രവിവർമ്മയിൽ വന്നത്. അങ്ങനെ ആവാനാണ് സാധ്യത മലബാർ ഡയസിസിൽ. കാരണം ഈ ഉള്ള പിന്നെ ഈ ഏത്ത ഇതെല്ലാം വാങ്ങിച്ചിട്ട് അതെല്ലാം ചിപ്സാക്കി കൊടുക്കുക, ഈ ചക്കയെല്ലാം വെട്ടി അത് ചിപ്സാക്കി കൊടുക്കുക, അത് അരിവാക്കി കൊടുക്കുക എന്നൊക്കെയുള്ള അച്ഛൻ്റെ അന്നത്തെ പണിയാണ്. എനിക്കത് തിരുവേനി ഞാൻ ഓർക്കുന്നുണ്ട്. തിരുവനന്തപുരത്തിരിക്കുന്ന സമയത്ത് യാത്ര ചെയ്ത് ചുങ്കത്തറ ചുങ്കത്തറ അച്ഛൻ അവിടെ ഇരിക്കുന്ന സമയത്ത് തിരുവേനി വന്നിട്ട് ഈ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി. അന്ന് വിലക്കുറവാണ്, ഈ ഏത്ത ഇതിനൊക്കെ കുറവാണ്. അപ്പോൾ അതങ്ങനെയല്ല, അത് നല്ല മൂല്യവർദ്ധിത വസ്തുക്കളായിട്ട് വിൽക്കണമെന്നൊക്കെ പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ചൊക്കെ ഓർക്കുന്നുണ്ട്. അതൊന്നും അതൊക്കെ കാര്യമായിട്ട് ചെയ്യാനായിട്ട് പറ്റിയില്ല. എന്നാൽ പോലും പ്രിയപ്പെട്ട അച്ഛൻ അത് ഭംഗിയായിട്ട് ചെയ്തൊക്കെ ഞാൻ വളരെ താല്പര്യവും ശുഷ്കാന്തി പ്രിയപ്പെട്ട അച്ഛനുണ്ട്. പ്രിയപ്പെട്ട അച്ഛനോട് അച്ഛൻ്റെ ടീമിൽ ഉള്ള ആളുകൾ എല്ലാവരും ജോർജ് മാത്യുവിൻ്റെ കാര്യം പറഞ്ഞല്ലോ, തിരുവനോട് ചേർന്ന് നിന്ന് ഇത്തരം കാര്യങ്ങളെ ഭംഗിയായിട്ട് ചെയ്യുന്നത് സന്തോഷം അറിയിക്കട്ടെ. ഇതുമായി ബന്ധപ്പെട്ട കോൺട്രാക്ടറിനോട് പ്രത്യേകമായ സന്തോഷം പറയുന്നു. അത് ഭംഗിയായിരിക്കും. നല്ല ടൈൽസാണ് തിരുവനി. എല്ലാ സാധനങ്ങളെല്ലാം തടിയാണെങ്കിലും ടൈൽസാണെങ്കിലും മറ്റു കാര്യങ്ങളെല്ലാം എല്ലാം ഭംഗിയായിട്ട് അദ്ദേഹം ചെയ്തു. പ്രത്യേകമായ സന്തോഷമുണ്ട്. ഇവിടെ വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ചുമതലക്കാരോടും എല്ലാവരോടുമുള്ള പ്രത്യേകമായ സന്തോഷവും നന്ദി. ഈ സമയത്ത് ഇദ്ദേഹമാണ് ഇതിൻ്റെ ആദ്യമോടന്തം നമ്മുടെ പള്ളിക്കാരനാണ്. എന്നാലും സ്വന്തം വീട് പോലും ഇത്രയും ഭംഗിയായിട്ട് പുള്ളി ചെയ്തതാണ്. അതിനേക്കാളും വലിയ ഉത്സാഹത്തോടുകൂടി എന്തായിരുന്നു നമ്മൾ വിളിച്ച് വരാം. അതുകൊണ്ടായിരിക്കും പ്രത്യേക സമ്മാനം. ഇവന് 2 മാസം 2.5 മാസം കൊണ്ട് വീട് തീർത്ത് നിസ്സാരമായ കാര്യമല്ല. പിന്നെ പ്രാർത്ഥനയും അനുഗ്രഹത്തോടു കൂടി ഞാൻ ഇത് സമ്മാനിക്കാം. ചായ അടുപ്പ് അധികം അത് ഓഫാക്കി വെച്ചിട്ടുണ്ട്. ഒരാളോട് കേക്ക് വാങ്ങിക്കണം. അത്ര കേക്ക് ഞാൻ
ഇവിടെ